ഗൾഫ് മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഉടമ്പടി മക്ക കരാർ എന്ന പേരിൽ ഇന്ന് സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് ഒരു പ്രതിരോധ ഉടമ്പടി എന്ന രൂപത്തിൽ ഒപ്പുവെച്ചത് ലോകം മുഴുവനും ചർച്ചയായി മാറിയിരിക്കുന്നു. മൂന്ന് രാജ്യങ്ങളും ചേർന്നിങ്ങനെ ഒരു ഉടമ്പടിയിൽ ഒപ്പിടുമ്പോൾ അത് ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരല്ല എന്ന് വ്യക്തമായി പറയുമ്പോഴും ഇറാൻ ഈ വിഷയത്തിൽ കയറി ഇടപെട്ട് സംസാരിക്കുന്നുണ്ട്. നയങ്ങളാണ് മാറേണ്ടത്, കടലാസിൽ ഉടമ്പടി എഴുതി വയ്ക്കലല്ല സുരക്ഷയുടെ ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനിലെ ചില പാർലമെൻറ്റ് അംഗങ്ങൾ ഇതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന രംഗമാണ് ഇന്ന് ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മൾ കാണുന്നത്. കരാറിങ്ങനെയൊക്കെ സുരക്ഷയുടെ പേരിൽ, സെക്യൂരിറ്റിയുടെ പേരിൽ ഒപ്പിട്ടുകൊണ്ടിരിക്കുമ്പോഴും യമനിൽ നിന്ന് ഹൂത്തി വിഭാഗം സൗദി അറേബ്യയിലെ നജ്റാനിലേക്ക് ആക്രമണം നടത്തിയെന്നും 2 പേർ കൊല്ലപ്പെട്ടെന്നും ഉള്ള വാർത്തകളും വരികയാണ്. ഇനി മറുഭാഗത്ത് നോക്കുമ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് യുക്രൈനിലേക്ക് പോയിരിക്കുന്ന പുതിയ തരം ബാലിസ്റ്റിക് മിസൈലുകൾ, നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാത്ത വിധമുള്ള അമിത വേഗതയിലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ, അതായത് ശബ്ദത്തിൻ്റെ വേഗത എത്രയാണോ അതിൻ്റെ 6 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യ യുക്രൈന് മേൽ പ്രയോഗിക്കുകയും 17 പേർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു എന്ന റിപ്പോർട്ട് വരികയാണ്. ഗൾഫിലും യുദ്ധം, ബ്ലാക്ക് സീയുമായി ബന്ധപ്പെട്ട ആ മേഖലയിലും യുദ്ധം, കപ്പലുകൾക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം, സാധനങ്ങൾ കിട്ടാത്തൊരവസ്ഥ, കിട്ടുന്ന സാധനങ്ങൾക്ക് അമിതമായ വില കൊടുക്കേണ്ടി വരുന്ന ദുരന്തം, ഇതെല്ലാം കൂടി ചേർന്നിട്ട് കഴിഞ്ഞ 3 വർഷത്തെ ഏറ്റവും വലിയ വില വർധനവിൽ ആഹാര പദാർത്ഥങ്ങളുടെ വില നിലവാരം നിൽക്കുന്നു എന്ന റിപ്പോർട്ട് സാക്ഷാൽ UN തന്നെ പുറത്തിറക്കിയിരിക്കുന്ന ദിവസം കൂടിയാണ് ഇന്നിതാ ഈ ഓഗസ്റ്റ് 7. ദുരന്തങ്ങൾ ഇങ്ങനെ ഏറ്റുവാങ്ങാൻ മനുഷ്യജീവിതം വീണ്ടും ബാക്കിയെന്നൊക്കെ പറയുന്നത് പോലുള്ളൊരവസ്ഥയിൽ ദുരിതം അനുഭവിച്ചുകൊണ്ട് 800 കോടി ആളുകളും കടന്നു പോകുന്ന രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവധിയെക്കുറിച്ച് എപ്പോൾ കേൾക്കുമ്പോഴും ഒരല്പം ആശ്വാസം കിട്ടുമല്ലോ. ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച റബിയുൽ അവൽ 12 നബിദിന അവധി അന്നായിരിക്കും എന്ന സൂചന UAEയുടെ ഗവൺമെൻറ് വൃത്തങ്ങൾ നൽകിയിട്ടുണ്ട്. സ്വകാര്യ മേഖലയ്ക്കും ഗവൺമെൻറ്റിനും അവധിയായിരിക്കും ഓഗസ്റ്റ് 28. മലയാളികൾക്ക് പ്രത്യേകിച്ചത് കേൾക്കുമ്പോൾ ഓഗസ്റ്റ് 26 തിരുവോണം കൂടി കടന്നു വരുമ്പോൾ, അപ്പോൾ 26 സ്വാഭാവികമായിട്ടും പല മലയാളി ഓഫീസുകളും ഒരു അവധിയുടെ മൂഡിലായിരിക്കും. പിന്നെ 27 വ്യാഴാഴ്ച കടത്തിവിട്ടാൽ വെള്ളിയാഴ്ച വീണ്ടും അവധി. അപ്പോൾ വെള്ളി, ശനി, ഞായറൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഓണം ആഘോഷിക്കാൻ കിട്ടുന്ന ഒരവസരം കൂടിയായി ഈ നബിദിന അവധി അതിൻ്റെ കാരണം കൂടിയായി മാറുകയാണ് എന്ന അർത്ഥത്തിലും ആളുകൾ ഈ അവധിക്കാലം നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അബുദാബിയിൽ യാസ് ഐലൻഡിൽ നിർമ്മാണത്തിലിരിക്കുന്നൊരു കെട്ടിടത്തിൽ ഇന്ന് രാവിലെ അഗ്നിബാധയുണ്ടായി. ഉടൻ തന്നെ സിവിൽ ഡിഫൻസ് ജീവനക്കാർ വന്നു, തീ അണച്ചു. ആർക്കും പരിക്കില്ല, പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ കൂട്ടത്തിൽ അബുദാബി പോലീസും സിവിൽ ഡിഫൻസും പറയുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലേക്കെടുക്കണം. ഔപചാരികമായിട്ട് ഗവൺമെൻറ് വൃത്തങ്ങൾ പറയുന്ന കാര്യങ്ങളെ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എടുക്കാവൂ. ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത്. ഔദ്യോഗികമായിട്ട് എന്താണോ ഉന്നത വൃത്തങ്ങൾ പറയുന്നത്, ഗവൺമെൻറ് വൃത്തങ്ങൾ പറയുന്നത്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, അത് മനസ്സിലാക്കുക എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർക്കേണ്ടതുണ്ട്. വളരെ സവിശേഷമായൊരു പ്രഖ്യാപനവും പ്രസ്താവനയും അഡ്നോക്ക് എന്ന എണ്ണ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു എന്നറിയണം. ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയ അഡ്നോക്ക് കപ്പലുകളിൽ 15 എണ്ണത്തിന് നേർക്കാണ് ആക്രമണമുണ്ടായത്. അതും യാതൊരു പ്രകോപനവുമില്ലാത്ത ആക്രമണമാണ്. അതിലൊരുപാട് നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ക്രൂ അംഗം മരിക്കുകയും ചെയ്തു, 20 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു, കപ്പലുകൾക്ക് കേടുപാടുകൾ പറ്റി. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും ഈ ഒരു എണ്ണ ബിസിനസ്സിലുള്ള പ്രതിബദ്ധത, അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി, സമചിത്തതയോടുകൂടി ഈ വിഷയത്തെ പരിഹരിക്കുന്ന രീതി, ഇതൊക്കെ വളരെ മാതൃകാപരമായി അഡ്നോക്ക് നിർവഹിച്ചിട്ടുണ്ട്. ആളുകളുടെ ജീവന്, സ്വത്തിന് സംരക്ഷണം കൊടുക്കുന്ന വിധത്തിൽ പെരുമാറിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഇന്ന് പുറത്തറിയിച്ചിട്ടുണ്ട്, പുറത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രാധാന്യത്തിലുള്ള സമീപനങ്ങളാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അഡ്നോക്ക് സ്വീകരിച്ചിരിക്കുന്നതെന്നും ആ പ്രതിബദ്ധത
കാത്തു സൂക്ഷിക്കുമെന്നും അഡ്നോക്കിൻ്റെ അറിയിപ്പ് പറയുകയാണ്. എണ്ണയുടെ കാര്യം പറയുമ്പോൾ യുദ്ധത്തിൻ്റെ കാര്യത്തിലേക്ക് കൂടി ഒന്ന് ഓടിപ്പോകുമ്പോൾ ഇപ്പോൾ ഇതാ യുദ്ധം അല്പം ശമനം എന്ന രൂപത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ എണ്ണ വില കുറഞ്ഞു വരുന്നുണ്ട്. 76 അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ബാരൽ എണ്ണയുടെ ഡോളർ വില മാറിയിട്ടുണ്ട്. എന്നാൽ സ്വർണ്ണവില വീണ്ടും കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളും പറഞ്ഞു, ഇപ്പോൾ പോയി പെട്ടെന്ന് സ്വർണം വാങ്ങിക്കോളൂ. അന്ന് വാങ്ങിയവർക്ക് വലിയ ആദായമായി മാറുന്ന രൂപത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ന് തങ്കത്തിന് 1 ഗ്രാം ദുബായ് മാർക്കറ്റിൽ വൈകുന്നേരമായപ്പോൾ ഈ വെള്ളിയാഴ്ച വൈകുന്നേരം 523 ദിർഹം 75 ഫിൽസായി ഉയർന്നിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 500-ന് താഴെയായി 480 മറ്റുമായി നിന്നിരുന്ന വിലയാണ് ഇങ്ങനെ കൂടിയിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കണം. Night updates supported by ELL Properties, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Al Nusud Cargo, Gold Star Rent-A-Car, Fira Foods, Explore Education, Impulse Warehouse, Dr. Rasina's Ayurvedic Clinic, Ain Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.